ऑनलाइन उर्दू क्लास में सभी को मेरा बखुलूस आदाब എല്ലാ മക്കളെയും സൈലബിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നാണ് നമ്മുടെ പരീക്ഷ. ഇന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഇന്നലെ നമ്മൾ മെഗാ മാരത്തോണിലൂടെ ഒക്കെ അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് നിങ്ങളെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അൻസാർ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. എന്റെ എല്ലാ മക്കളും കൃത്യതയോട് കൂടി ശ്രദ്ധിച്ചോളൂ. നമുക്ക് ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇന്റർവ്യൂ കെലിയെ സവാലാ തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഠഭാഗം തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പാഠഭാഗം അല്ലെ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ. അപ്പൊ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തെല്ലാം ചോദ്യം ചോദിക്കും? സാറേ, റൊണാൾഡോയുമായി ഞങ്ങൾക്ക് അഭിമുഖം നടത്താൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ബോധം കെട്ടുപോകും അല്ലെ. അതായിരിക്കും നിങ്ങളുടെ മറുപടി. കാരണം എന്താ? അത്രമേൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ കളിയെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പൊ സാറേ, ഞങ്ങൾ മെസ്സിയുടെ ആൾക്കാരാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാവും. അവിടെ നിൽക്കട്ടെ, നമുക്ക് മാർക്ക് വാങ്ങണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ റൊണാൾഡോയെ നിങ്ങളുടെ മുന്നിൽ കിട്ടിയാൽ നമ്മൾ ഇത്തരത്തിൽ ചോദിക്കും, ആ ഫുട്ബോൾ കേൽനെ കി ശുരുവാത് കൈസേ കെ അല്ലെ. എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അല്ലെ? ആ താങ്കൾ. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്പ് എന്ന് അഭിസംബോധന ചെയ്ത് നമ്മൾ ചോദിക്കണം. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ്. അപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ താങ്കൾ അല്ലെ, അങ്ങനെ വളരെ എളിമയോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ അങ്ങനെ ആ ഫുട്ബോൾ കേലിലേക്ക് ശുരുവാത്ത് അല്ലെ, എങ്ങനെയാണ് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോളിന്റെ ഒരു ആരംഭം, ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ തുടക്കം, കൈസേക്ക് എങ്ങനെയായിരുന്നു, ഫുട്ബോളിന്റെ ഒരു ആരംഭം നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. ആപ്കി കാമിയാബി കാ സബ്സെ ബഡാ റാസ് ക്യാ ഹേ അല്ലെ, നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച്, കാമിയാബി എന്ന് പറഞ്ഞാൽ വിജയമാണ്. താങ്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം, വിജയത്തിന് പിന്നിൽ ആരാണ്? ചില ആളുകൾ ഉന്നതിയിലെത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ആദ്യം തനിക്ക് കിട്ടിയ കളിച്ച് കിട്ടിയ പണം തന്റെ അമ്മയുടെ കൈകളിൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട്, മീഡിയക്കാരൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് തന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്തും എനിക്ക് ഫുട്ബോൾ വാങ്ങി തന്നു എന്റെ അമ്മ. മാത്രമല്ല എല്ലാ കളികൾക്കും തന്റെ അമ്മയെ കളി കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ പാഠം വളരെ ഗംഭീരമായിട്ട് മിനി മാരത്തോണിലുള്ള അൻസാറിനെ അടിപൊളിയായിട്ട് എടുത്തതെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചോദിക്കാം, ആപ് റോസാനെ കിസ് തരഹി ട്രെയിനിങ് കർത്തേ ഹൈ, നിങ്ങൾ ദിവസവും, റോസാനെ പറഞ്ഞാൽ നിത്യേന അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ എന്താണ്, ദിവസം ഏത് തരത്തിലുള്ള പരിശീലനമാണ് നടത്തുന്നത് അല്ലെ? ഫുട്ബോളിലൊക്കെ ചിലപ്പോൾ ഓട്ടം നടത്തും, അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് ഇങ്ങനെ ഗോൾ അടിച്ച്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്, പരിശീലനം. നിങ്ങൾ ഏതാണ് ചെയ്യുന്നത് നടത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ചോദിക്കാം, ആപ്കെ മുതാബിക് ഏക് ബെഹ്തരീൻ ഫുട്ബോളർ ബൻനെ കെ ലിയെ ക്യാ ജറൂരി ഹൈ, അതായത് ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു മികച്ച ഫുട്ബോളർ ആകാൻ വേണ്ടിയിട്ട്, ലോകത്തിലെ തന്നെ താങ്കളെ പോലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഒക്കെ വേണം എന്നാണ് താങ്കൾ കരുതുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ആപ്കാ സബ്സെ മുഷ്കിൽ മാച്ച് കോൺ സാ ഥാ, താങ്കൾക്ക് ഏറ്റവും മുഷ്കിലായിട്ടുള്ള, പ്രയാസമായിട്ടുള്ള ഒരു മത്സരം ഏതായിരുന്നു? താങ്കൾ പറയൂ. താങ്കൾക്ക് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള മത്സരം. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ പോർച്ചുഗലും സ്പെയിനും ഉള്ള ആ ഒരു വേൾഡ് കപ്പിലെ ആ ഒരു മത്സരമായിരിക്കില്ല. ആ മത്സരം കണ്ട് കാണികളൊക്കെ ത്രില്ലടിച്ചിരുന്ന മത്സരമാണ് അല്ലെ. 3-3 സമനിലാക്കി അവസാനം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഷോട്ട്സ് ഒക്കെ ഏറ്റിട്ട് ഒരു നൃത്തമുണ്ട് അല്ലെ. ആ നൃത്തത്തിൽ ഒരു ഗോൾ അടിക്കുന്നൊക്കെ മോനെ അല്ലെ, അത്തരത്തിലുള്ള ഒരു ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ആപ്കെ ഖയാൽ മേ ദുനിയാ കാ ബെഹ്തരീൻ ഫുട്ബോളർ കോൻ ഹേ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ ആരാണെന്നാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ്? താങ്കളുടെ ചിന്തയിൽ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ ആരാണ് എന്നുള്ളതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ എന്റെ മക്കൾ കൃത്യമായി പഠിച്ചു വെച്ചോ. നാളത്തെ പരീക്ഷയിൽ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ഇന്നത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കും. സെറ്റാണോ? റെഡിയാണോ? അപ്പൊ സാറേ, ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ എഴുതും, ഞങ്ങൾ അടിപൊളിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിവിടെ സെറ്റാക്കിയേ ഇന്നലെയും ഇന്നുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏത് നമ്മൾ എഴുതാൻ നമ്മൾ പ്രാപ്തരായി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. എന്റെ മക്കൾ നോക്കിക്കോ, പോസ്റ്റർ തയ്യാറാക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. വർസിഷ് ഓർ मतवाजन आज़ा इस मौजू पर हेल्थ क्लब के तहत स्कूल में एक सेहत की बेदारी का प्रोग्राम होने वाला है. എന്താ പറഞ്ഞത്? വ്യായാമവും സമീകൃതാഹാരവും എന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് ക്ലബ് കി മാത്തിയ ഹെൽത്ത് ക്ലബിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്?
സ്കൂൾ ഏക് സിഹത്ത് കി ബേദാരി അല്ലെ ഒരു ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. മഷ്ഹൂർ ഡോക്ടർ, പ്രസിദ്ധനായ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറായ ആബിദ ബീഗം ഇസ് മൗസൂ പർ ഗുഫ്തഗു കരേങ്കി, ഈ വിഷയത്തിൽ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ബച്ചോ കുട്ടികളെ ഇസ് പ്രോഗ്രാം കരിയെ, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഏക് പോസ്റ്റർ തയ്യാർ കീജിയെ, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇന്നത്തെ പരീക്ഷയിൽ 100% ഒരു പോസ്റ്റർ നമുക്ക് ഉണ്ടാകും. ഈ പോസ്റ്റർ അല്ലെങ്കിൽ പോലും വേറെ ഏത് പോസ്റ്റർ ആണെങ്കിലും ഈ പോസ്റ്റർ നമ്മൾ ആൻസർ ചെയ്യുന്നതോടുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എഴുതാം, എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മളോട് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞത് ആ വിഷയം വലിയ ഹെഡിങ്ങിൽ നമ്മൾ കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ടോ ഈസ് മൾസൂപ്പർ എന്നുള്ള കണ്ടോ, ഈ വിഷയത്തിലാണ്. അപ്പൊ ഈ വിഷയം ഇവിടെ വലുതാക്കി നമ്മൾ കൊടുക്കുന്നു. അപ്പൊ എന്റെ മക്കൾ ശ്രദ്ധിച്ചോ, നാളെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നമ്മളോട് ചോദിച്ചാലും എന്താണോ ആ വിഷയം ആ ഹെഡിങ് കുറച്ച് ബോൾഡ് ആക്കിയിട്ട് കൊടുക്കുന്നു. സെറ്റ് അല്ലേ, അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മളൊരു പോസ്റ്റർ, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു ഡേറ്റ് വേണമല്ലോ, അതിനൊരു ഡേറ്റ് വേണ്ടേ, ആ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു, താരീഖ് അല്ലെ. പിന്നെ ഒരു സമയം വേണ്ടേ, വക്ത്. മക്കാം, ഒരു സ്ഥലം വേണ്ടേ, അത് നമ്മുടെ സ്കൂളിലായിരിക്കും. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ അതൊരു മെജോറിറ്റി 90% നമ്മുടെ സ്കൂളിലാണ്. അപ്പൊ താരീഖ് നമുക്ക് ഓർത്ത് വെക്കണം. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, വക്ത് എന്ന് പറഞ്ഞാൽ ടൈം ആണ്, മക്കാം എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. ഇത് മൂന്നും ഒരു പോസ്റ്ററിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളാണെങ്കിലും അറിയാത്തൊരു പരിപാടി നമ്മൾ അറിയുമ്പോൾ അത് എവിടെയാണ്, എന്നാണ്, എപ്പോഴാണെന്ന് അറിയേണ്ടത്, എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. 10 ഒക്ടോബർ 2025 കൊടുത്തിട്ടുണ്ട്. 10 ബജെ സമയം, അത് ഏതൊരു പ്രോഗ്രാം അധികം 10 മണിക്കാണ് തുടങ്ങുക. രാത്രി 10 മണിക്ക് വെച്ചിട്ട് ആരും കാണാണ്ടാവില്ല, രാവിലെ 10 മണിയാണ്. സ്കൂൾ ഹാൾ അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറി ഏതും കൊടുക്കുക, സ്കൂൾ മൈതാൻ ഏതും കൊടുക്കുക നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ആ പ്രോഗ്രാമിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും നമുക്ക് തന്നെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കണം. ഏതൊരു പ്രോഗ്രാമിന് ഒരു അധ്യക്ഷൻ വേണം, അത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ HM ആയിരിക്കും ഒരു അധ്യക്ഷനാവുക ഒരു പ്രോഗ്രാമിന്. പിന്നെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം, ഏതൊരു പരിപാടിക്ക് ഉദ്ഘാടനം ഉണ്ടാകും. ലോക ഉറുദു ദിനം, ദേശീയ ഉറുദു ദിനം, വായനാ ദിനം, ഗാന്ധി ജയന്തി, ഇതൊക്കെ ഏത് പരിപാടി ആയിക്കോട്ടെ അതിനൊക്കെ ഒരു ഉദ്ഘാടകൻ ഉണ്ടാകും. ഇവിടെ സദർ പഞ്ചായത്താണ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അതും നമുക്ക് ഏത് പരിപാടിക്ക് വേണമെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുത്താം അല്ലെ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ വരട്ടെ അല്ലെ. പിന്നെ നമുക്ക് നോക്കാം ബേദാരി തക്രീർ അല്ലെ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ ആരാണ്, ആബിദ ബീഗം എന്ന് പറഞ്ഞിട്ട്, അത് അതേപോലെ ഡോക്ടർ ആബിദ ബീഗം എന്നെടുത്ത് എഴുതുന്നു. പിന്നെ ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചിത്രങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ട എന്നാലേ വരുള്ളൂ. ഒരു കല്യാണ കത്താണെങ്കിൽ അവർ അവസാനം നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ സബ് ഹയർ മഖദ്ദം, ഓൾ ആർ വെൽക്കം, എല്ലാവരും എന്ത് ചെയ്യുക, ഈ പരിപാടിയിലേക്ക് വരിക. ഇത്തരത്തിലുള്ള പരിപാടി ഇത് അവസാനം നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു ക്ലബ്ബ് ഉണ്ടാകും, ആ ക്ലബിന്റെ കീഴിലായിരിക്കും പരിപാടി. ഹെൽത്ത് ക്ലബ്ബ് ഇവിടെ കൊടുത്തു. ഇനി ഉറുദു ക്ലബ്ബ് ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, അതിനൊന്നും വിഷയമില്ല. ഇത്തരത്തിൽ എന്റെ മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് അല്ലേ. അപ്പൊ ഈ പോസ്റ്റർ അല്ല ഏത് പോസ്റ്റർ ആണെങ്കിലും ഇതോടുകൂടി നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, നിങ്ങൾ എഴുതൂലേ, നിങ്ങൾ എഴുതും എന്നാണ് സാറിന് അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇൻഗ്ലാബ് കി റാഹ്മേ അല്ലെ എന്നുള്ള മനോഹരമായിട്ടുള്ള വിപ്ലവത്തിന്റെ പാതയിൽ എന്നുള്ള പാഠഭാഗത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നാരയാണ് അഥവാ മുദ്രാവാക്യങ്ങളാണ്. ഈ 3 മുദ്രാവാക്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആസാദി ഹമാര ഹക്ക് ഹേ, സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ്, പഠിച്ചു വെച്ചോ. ഇൻഗ്ലാബ് സിന്ദാബാദ് അല്ലെ, നമ്മുടെ വിപ്ലവത്തിന്റെ ഈ പാതയിൽ എന്നുള്ള പാഠഭാഗം ഇൻഗുലാബ് സിന്ദാബാദ്, ഒരുപാട് മുദ്രാവാക്യം നമ്മൾ കേട്ടാൽ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഏകദാമേ തോക്കത്ത് ഹേ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഈ 3 മുദ്രാവാക്യം നാരകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പാഠഭാഗത്തിൽ നിന്നും എന്റെ മക്കൾ പഠിച്ചു വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് സാറിന് പറയാനുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, മീഡിയ കെ ബാരമേ അല്ലെ, മീഡിയ കെ ബാരമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങളുടെ ഒരു പാഠം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ മാധ്യമങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നാളത്തെ പരീക്ഷയിൽ അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താ, മീഡിയയുടെ പങ്ക് ചോദിച്ചേക്കാം. അപ്പൊ മീഡിയയെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഇത്തരത്തിൽ എഴുതും, മീഡിയ आज ख्यालात और मालूमात फैलाने का सबसे तेज जरिया है. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇന്ന് ഖയാലാത്ത് അല്ലെ ആശയങ്ങളും അതേപോലെ മഅലൂമാത്ത് വിഷയങ്ങളും അല്ലെ, ആശയങ്ങളും അതേപോലെ വിഷയങ്ങളും അല്ലെ എന്താണ് പ്രചരിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് സബ്സെ തേസ് ദരിയാ ഹേ, ഏറ്റവും വേഗമേറിയ മാർഗമാണ് മാധ്യമങ്ങൾ. ഏറ്റവും വേഗത്തിൽ നമ്മളിലേക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗൾഫിലുള്ള ഒരാൾക്ക് ഒരു സന്ദേശം എത്തിക്കണമെങ്കിൽ ഇന്ന് ഇവിടുന്ന് കത്ത് എഴുതി ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലൊക്കെ ആകും
അല്ലെ. അത്തരത്തിൽ കത്തുകൾ എഴുതി മറുപടി അല്ലെ തന്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് കത്ത് ചെയ്ത് അതിന് മറുപടിക്ക് വേണ്ടി ആ മാസങ്ങളോളം കാത്തിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും. ഇത് ഏറ്റവും എളുപ്പമാണ്. വാട്സപ്പ് ആണെങ്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതേപോലെ IMO ആണെങ്കിലും പല രീതിയിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ മിനിറ്റുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ വിദേശത്തുള്ള ആളുകളായിരിക്കും അറിയുക. അത്തരത്തിൽ ഇന്ന് ടെക്നോളജി വളർന്നുപോയി അല്ലെ. പിന്നെ നമ്മൾ പറയേണ്ടത് TV, देखने टीवी, अखबार, मोबाइल और सोशल मीडिया सब अहम ज़राई है ले. टीवी നമുക്കറിയാം, टीवी തന്നെ. അഖ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം, അതേപോലെ മൊബൈൽ ഫോൺ തന്നെ അല്ലെ, മൊബൈൽ. അതേപോലെ സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അല്ലെ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഒരുപാട് സാധനങ്ങൾ. ഇതിലൊക്കെ മീഡിയ സബ് അഹം ദറായി ഹൈ അല്ലെ എന്നിവയെല്ലാം പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് എന്നുള്ളതാ അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്നതിനൊക്കെ മുഖ്യ പങ്കുണ്ട്. മീഡിയ ലോകോംകോ ദുനിയാ ഭർ കി ഖബറേ പഹുഞ്ച് ജാത്താ ഹേ. മാധ്യമങ്ങൾ ലോകമെമ്പാടുമുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. ഇന്നലെ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ വളരെ വേഗത്തിലാണ് അറിയുന്നത്. അവിടെ ഇല്ലാത്ത ആളുകളെക്കാട്ടിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക, ടിവിയിലൂടെയും അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ ഒക്കെ വളരെ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ അറിയുകയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മീഡിയയുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്റെ മക്കൾ പഠിക്കൂലേ, മറക്കാൻ പാടില്ല. സെറ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യൂലേ, ഒന്ന് പറഞ്ഞേ. യെസ് റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നോക്കി. ഹമാരി താരീഖ് എന്നുള്ള നമ്മുടെ പാഠഭാഗത്തിൽ നമ്മളോട് ആഘോഷങ്ങളുമായിട്ട് നമ്മളോട് ചോദിച്ചേക്കാം. അപ്പൊ തഹ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളാണ്. അപ്പൊ ഈ ആഘോഷങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഇത് വരണം. ഈദ്, പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ്, ഹോളി, ദീപാവലി, ഇത്തരം ആഘോഷങ്ങൾ നമുക്കറിയാം. അപ്പൊ ആഘോഷങ്ങളുടെ പേര് ചോദിച്ചാൽ 2 മാർക്കിനാണ് ചോദിക്കുക. അത്തരത്തിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതും. അത് ഓക്കെയാണ്. ഇനി നിങ്ങളോട് പറയാം നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആഘോഷത്തെ കുറിച്ച്. അപ്പൊ നിങ്ങൾ 2 ആഘോഷത്തെ കുറിച്ചെങ്കിലും നിങ്ങൾ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് സാർ പറഞ്ഞുതരാം. ഈദിനെ കുറിച്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത്, പെരുന്നാൾ. ഈദ് മുസൽമാനോ കാ തഹ്വാർ ഹേ. ഈദ് മുസ്ലിങ്ങളുടെ ഒരു തഹ്വാറാണ്, ആഘോഷമാണ്. ഒന്നാമത്തെ പോയിന്റ്. ദോ തരേ ഈദ് ഹേ. 2 തരത്തിലുള്ള ആ പെരുന്നാളുണ്ട്. 2 തരത്തിലുള്ള പെരുന്നാളുണ്ട്. ഏതൊക്കെ? ഈദുൽ അദ്ഹ ഓർ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളും അതേപോലെ ബലി പെരുന്നാളും അല്ലെ. അതേപോലെ പറയുന്നു ഈദ് കെ ദിൻ നയേ കപ്പടെ പെഹൻതേ ഹൈ. പെരുന്നാൾ ദിവസം നയേ കപ്പടെ, പുതിയ വസ്ത്രങ്ങൾ നമ്മൾ പെഹൻതേ ഹൈ, നമ്മൾ ധരിക്കും അല്ലെ. പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പെരുന്നാൾ കളറാക്കും എന്നുള്ളതാ. നമാസ് കെലിയെ, നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യും, മസ്ജിദ് ജാത്തേ ഹൈ, പള്ളിയിലേക്ക് പോകും. അതായത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രശ്തദാറോ കെ ഗർ ജാത്തേ ഹൈ. പെരുന്നാൾ ദിവസം സ്കൂളുകളൊക്കെ അവധിയായിരിക്കും. പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, രശ്തദാറുകളുടെ, കുടുംബക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പോകും എന്നുള്ളതാണ്. മസീദാർ ഖാന കാത്തേ ഹൈ. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തയ്യാറാക്കും നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈവ, ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഇനി സാധാ ചോറാണെങ്കിലും അതിലേക്ക് വ്യത്യസ്ത വിഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കും. അപ്പൊ ഇതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമെങ്കിൽ ഇത് എഴുതിക്കോ. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ, സാറേ ഞങ്ങൾ ഓണാണെന്നുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം. ഇതാ ഇവിടെ ഉണ്ട്, സാറിന്റെ ഇവിടെ അതുമായി എത്തിയിട്ടുണ്ട്. ഓണം കേരള കാ തഹ്വാർ ഹേ. ഓണം കേരളത്തിന്റെ തന്നെ ഒരു തഹ്വാറാണ്, ആഘോഷമാണ് അല്ലെ. എല്ലാവരും ഇൻവോൾവ് ആകുന്ന, എല്ലാവരും എൻജോയ് ചെയ്ത് ആ പൂക്കളൊക്കെ ഇടുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം എന്ന് പറയാം. രാജ മഹാബലി കി യാദ് മേ മനായാ ജാത്താ ഹേ. രാജാവായ മഹാബലിയുടെ ഓർമ്മക്കായിട്ടാണ് ഇത് കൊണ്ടാടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓണം കെ ദിൻ ഹർ ഘർ മേ പൂക്കളം ബനാത്തേ ഹൈ. ഓണ ദിവസം ഹർ ഘർ, എല്ലാ വീട്ടിലും പൂക്കളം ബനാത്തേ ഹൈ, പൂക്കളം ഇടും എന്ന് പറയുന്നുണ്ട്. ഓണസദ്യ ബനാത്തേ ഹൈ. ഓണസദ്യ കഴിക്കും. എന്ത് രസകരമായിട്ട് 7 കൂട്ടാനും ചോറ് അല്ലെ 16 തരം കൂട്ടാനുകളും ചോറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യും. ഞാനും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിലല്ല, അതിന്റെ മുന്നത്തെ ഓണത്തിനൊക്കെ എന്റെ സുഹൃത്തിന്റെ വീട്ടിലൊക്കെ പോയി, അവരെന്നെ ക്ഷണിച്ചു, ഞാൻ അങ്ങോട്ട് പോയി. പെരുന്നാൾക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കും. അങ്ങനെ അത്തരത്തിലുള്ള ആ സൗഹൃദത്തിന്റെയും കൂടി ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളതാ. സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജുകളിൽ ഓണാഘോഷം ഞങ്ങൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. എല്ലാ ആളുകളും കൂടി ഒരുമിച്ച്, ആരും മാറി നിൽക്കാതെ എന്ത് ചെയ്യും, ആഘോഷിക്കും എന്നുള്ളതാ. രശ്തദാറോ കെ ഘർ ജാത്തേ ഹൈ. കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകും. അത് ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ കുടുംബക്കാരുടെ വീട്ടിൽ പോയി സൗഹൃദം അല്ലെങ്കിൽ
എന്താണെങ്കിൽ ഒരു കുടുംബ ബന്ധം പുലർത്തും എന്നുള്ളതാണ്. അതേപോലെ നയേ കപ്പടേ സേ കപ്പടേ പെഹൻതേ ഹൈ, പുതിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യും, ധരിക്കും എന്നുള്ളതാണ്. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ചെയ്യും. അതേപോലെ ഓണം കെ മുഖ്തലിഫ് ഖേൽ കേൽത്തേ ഹൈ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓണത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന, ഓണത്തിന് വ്യത്യസ്ത തരത്തിലുള്ള കളികളുണ്ട് അല്ലെ. പുലിക്കളി ഉണ്ട്, വടംവലി ഉണ്ട്, നമ്മുടെ എന്താണ് സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ നടക്കും, അത് വീഴാൻ പാടില്ല അല്ലെ, അത്തരത്തിലുള്ള കളികളുണ്ട്. പുലിക്കളി ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത കസേരക്കളി ഉണ്ട് അല്ലെ. കസേര ഇങ്ങനെ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ബോൾ പാസിംഗ് ഗെയിം ഉണ്ട്. വ്യത്യസ്ത കളികൾ എല്ലാവരും ഇൻവോൾവ് ആയി ചെയ്യുന്ന മത്സരങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ വടംവലിയൊക്കെ ഓരോ ക്ലാസ് ബേസിൽ നടക്കും അല്ലെ. അതൊക്കെ വളരെ എൻജോയ് ചെയ്യും. നമ്മൾ എങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവസാനം എന്ത് ചെയ്യും, ആ ദിവസം എന്ത് ചെയ്ത് പിന്നെ 10 ദിവസത്തെ സ്കൂൾ അവധിയിലേക്ക് നമ്മൾ പോകുക. അതൊക്കെ രസകരമായി ഈ ഓണത്തിന്റെ ആ ഓർമ്മകളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ എന്റെ മക്കളെ സാർ പറയാണ് 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആഘോഷത്തെ കുറിച്ച് നമ്മളോട് എഴുതാൻ ചോദിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. ആപ്കെ പാസ് നോട്ട് ബുക്ക് ഓർ കലം ഹേ നാ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പേനയും വേണം. ഏതൊരു നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ചെയ്ത് നിങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, നോട്ട് ബുക്കും പേനയും വേണം എന്നുള്ളതാണ് സാർ പറയാനുള്ളത്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ അടുത്തത് നോക്കിക്കോ. ഇന്നാ പിടിച്ചോ, ഗസൽ കെ ബാരെ മേ നോട്ട്. ഗസലിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗസൽ ഉറുദു ഷായരി की एक खास सिन्फ है. ഗസൽ ഉറുദു ഭാഷയുടെ തന്നെ ഒരു ശാഖയാണ് എന്ന് പറയാം നമുക്ക്. ഗസൽ ഉറുദു ഷായരി की ആബ്രു है. ഗസൽ ഉറുദു ഭാഷയുടെ അഭിമാനമാണ്. ആബ്രു എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ്. ഗസൽ ഇഷ്കി की കഹാനി है. ഗസൽ സ്നേഹത്തിന്റെ കഥയാണ്, സ്നേഹത്തിന്റെ കഥയാണ്, ഇഷ്കിന്റെ കഥയാണ് എന്നാണ് പറയുന്നത്. ഗസൽ കെ പെഹ്ലാ ഷീർ കോ മത്ലെ കഹത്തെ ഹേ. ഗസലിന്റെ ആദ്യത്തെ വരിയെ മത്ലെ, ശ്രദ്ധിക്കണേ, മത്ലെ എന്നാണ് പറയുന്നത്. മത്ലെ ശ്രദ്ധിച്ചോ. അപ്പൊ ആദ്യത്തെ വരിക്ക് മത്ലെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അനസാറെ അവസാനത്തെ വരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഉണ്ടടാ, ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? അവസാനത്തെ വരിക്ക് മത്ത് എന്ന് പറയുന്നു. മത്ലയാണ് ആദ്യത്തെ വരിക്കെങ്കിൽ അവസാനത്തെ വരിക്ക് മത്ത് എന്ന് പറയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ആയിട്ടും നമ്മളോട് ചോദിച്ചേക്കാം. 1 മാർക്കിനും ഇതിൽ നിന്നും നമ്മളോട് ചോദിക്കും. അവസാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഗസൽ കെ ആഖിരി ഷേർ മേ, ഗസലിന്റെ അവസാനത്തെ വരിയിൽ ഷായിർ കാ നാം ഹോത്തേ ഹേ, ഷായിരിന്റെ പേര് ഇതിലുണ്ടാകും. ഇത്തരത്തിൽ എന്റെ മക്കളെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എത്ര മാർക്കാ? 4 മാർക്കാ. പ്ലസ് 1 വേർഡിനും നമ്മളോട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് എന്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിക്കോ. ചോദിക്കും, ചോദിച്ചിരിക്കും. അപ്പൊ ഗസലിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എന്റെ മക്കളെ എഴുതൂലേ? ഗസലിനെ കുറിച്ച് ചോദിച്ചാലാണ് സാർ എഴുതും എന്നുള്ള ആളുകളൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനമായിട്ട് നമ്മളോട് ചോദിക്കാം, മഫ്ഹൂം ചോദിച്ചേക്കാം. മഫ്ഹൂം, ഒരു വരി തന്നിട്ട് നമ്മൾ പഠിച്ച ഏതെങ്കിലും വരി അതിന്റെ മഫ്ഹൂം ആശയം ചോദിക്കാം നമ്മളോട്. അപ്പൊ എത്തരത്തിൽ നമ്മൾ എഴുതും? അപ്പൊ ഏത് മഫ്ഹൂം ചോദിച്ചാലും ഏറ്റവും എങ്ങനെയാണ് എഴുതുന്നത്, കോമൺ ആയിട്ട് എഴുതുന്നതാണ് അൻസാർ പറയുന്നത്. ഏത് മഫ്ഹൂം എഴുതുമ്പോൾ ഇങ്ങനെ തുടങ്ങാം, യേ ഷീർ ഉറുദു കെ മഷ്ഹൂർ ഷായർ. ഈ ഷീർ ഉറുദുവിന്റെ ഫേമസ് ആയിട്ടുള്ള ഷായർ ആരാണോ ആ ഷായർ ഈ ഡാഷ് ഇട്ട് കൊടുത്ത് അവരെ എഴുതുന്നു. നലിഗാഹെ അവരെ എഴുതിയതാണ്. അവിടെ കട്ടെ. ഇനി എന്ത് പറയുന്നു? ഈ ഷീർ കാ മഅ്സൂ, ഈ വരിയുടെ മഅ്സൂ എന്ന് പറഞ്ഞാൽ വിഷയം ഡാഷ് ഹേ, ഡാഷ് ആകുന്നു. ചിലപ്പോൾ ദാരിദ്ര്യായിരിക്കും അല്ലെ, ഗരീബി. അത് എന്താണോ നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്, എന്താണോ നമ്മളോട് ചോദിച്ചിട്ടുള്ള വരി, അതിനനുസരിച്ച് നമ്മളിവിടെ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിമാ. പിന്നെ ഷായർ ഈ ഷീർമേ, ഷായർ ഈ വരിയിലൂടെ പറയുന്നത് ഡാഷ് കെ ബാരേമേ കഹ്തേ ഹേ, ഇന്നതിനെ കുറിച്ചാണ്. അത് എന്തിനെ കുറിച്ചാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും, അത് ഇവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ഷായർ കഹ്തേ ഹേ, ഷായർ പറയുന്നു. കെ എന്തെന്നാൽ, പിന്നെ ആ വരിയിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലായത് അത് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക. മതി മക്കളെ. 4 മാർക്കുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഈ വരിയെ കുറിച്ച് കുറച്ചെങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും 3 മാർക്ക് എന്തായാലും എന്റെ മക്കൾക്ക് കിട്ടും. നോ പ്രോബ്ലം. പക്ഷേ എഴുതണം, ഇതേപോലെ എഴുതണം. ഇത് കാണാതെ പഠിച്ചു വെച്ചോ. ഇത് സിമ്പിൾ ആണ്, ഇത് ലളിതാണ്, സുതാര്യാണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾ ഒരു പിശുക്ക് കാണിക്കരുത്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോ, ഉപകാരപ്പെടും ഇന്നത്തെ പരീക്ഷയിൽ എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ആശയം മഫ്ഹൂം എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ഇത് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഓട്ടോമാറ്റിക് എന്റെ മക്കൾക്ക് വന്നോളും. നമ്മൾ മിനി മാരത്തോൺ കണ്ട ആളുകളാണ്, സൈലപ്പിന്റെ മെഗാ മാരത്തോൺ കണ്ട ആളുകളാണ്. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എഴുതാൻ പറ്റും എന്നുള്ളത് അൻസാർ നിങ്ങൾക്ക് ഉറപ്പ് തരാം.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ഉറപ്പ് തരാം. നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഒരു വളരെ ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പരീക്ഷാ ഹാളിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇത് നിങ്ങൾ അടിസ്ഥാനമായിട്ട് പഠിച്ചു വെച്ചോ. 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗസൽ ഗുലൂഗാർ, ഗസൽ പാട്ടുകാരും, ഗസൽ ഓ ഷൂറ ഷായർ, ഗസൽ ഓ ഷായറിങ്ങളും. അപ്പൊ ഗസൽ ഗുലൂഗാർ, ഗസൽ പാട്ടുകാർ ആരൊക്കെ? മുഹമ്മദ് റഫി, മെഹദി ഹസൻ, ഗുലാം അലി, ഹരിഹരൻ ഓർ പങ്കജ് ഉദാസ്. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുന്നു. ഗസൽ ഓ ഷായറുകളാരാ? മിർസ ഗാലിബ്, മീർ തക്കി മീർ, ജിഗർ മുറാബാദി, അതേപോലെ മൂമൻ ഖാ മൂമൻ, വലി ദക്നി. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതിലൊരു 2 പേര് 2 എണ്ണത്തിനും സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കാം. മുഴുവൻ പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും 1 വേർഡിൽ ഇത് ഉപകാരപ്പെടും. 1 വേർഡിൽ ഇത് ഉപകാരപ്പെടും. കൃത്യമായിട്ട് അനസാറിന്റെ എല്ലാ മക്കളും ഇത് പഠിച്ചു വെക്കണം. മോസ്റ്റ് 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് അനസാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ കൃത്യമായിട്ട് ഇത് പഠിക്കണം. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മുടെ ലൈവ് മെഗാ മാരത്തോൺ കാണാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ രാവിലെ തന്നെ വേഗം പോകുന്നതിന് മുമ്പ് ഈ മെഗാ മാരത്തോൺ കണ്ടിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ A+ ഉറപ്പ് വരുത്തണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മുഴുവൻ മാർക്ക് നേടാൻ പറ്റിയ ഏക സബ്ജക്റ്റ് ആണ് ഉറുദു. സിമ്പിൾ ആണ്, ലളിതാണ് എന്നുള്ളതാണ് അനസാർ പറയാനുള്ളത്. അപ്പൊ ഒരു മക്കളും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ അനസാർ ഉണ്ട്. ഇത് കൃത്യമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയിക്കോളൂ. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും, അനസാറിന്റെ എല്ലാ മക്കൾക്കും വിഷ് യു all the very best, all the very best. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ മക്കൾ, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം എന്നുള്ളതാണ് സാർ പറയാനുള്ളത്. ഒരു പേടിയും വേണ്ട. കൃത്യമായിട്ട് ഇത് പഠിച്ച് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പോയി എഴുതിയാൽ മതി. നിങ്ങൾ ഇന്നത്തെ മിനി മാരത്തോണം, മെഗാ മാരത്തോണം, അതേപോലെ ഈ നമ്മുടെ ഈ ഒരു വീഡിയോയും നമ്മുടെ സൈലത്തിന്റെ ചാനലിൽ തന്നെ ഇട്ട വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട ആളുകളാണ്. പേടിക്കണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വളരെ കൂളായിട്ട് കാമക്വയറ്റായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. അടിപൊളിയായിട്ട് ചെയ്താൽ ഒരു പേടിയും വേണ്ട, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ലിങ്ക് ഒക്കെ ആർക്കെങ്കിലും കിട്ടാറുണ്ടായി ഷെയർ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കൃത്യമായിട്ട് കാണാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അൻസാർ നോക്കാം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പോയത്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാക്കണം, ഒരു പേടിയും വേണ്ട. ഒരിക്കൽ കൂടി അൻസാർ പറയട്ടെ, വിഷ് യു ഓൾ ദ വെരി 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 बेस्ट. अगला वीडियो में अनसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.